തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചില്ലെന്ന് ബി.ജെ.പി കോർ കമ്മിറ്റി. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി, ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്ന് വിലയിരുത്തൽ. ബി.ജെ.പി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 1.3% മാത്രമെന്നും കോർ കമ്മിറ്റി വിലയിരുത്തി. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ പാളി എന്ന വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും മോശം പെർഫോമൻസ് ആയിരുന്നു ആ രീതിയിലെന്നാണ് കോർ കമ്മിറ്റി വിലയിരുത്തിയതെന്ന് മനസ്സിലാക്കുന്നു. എവിടെയാണ് പാളിച്ച, എങ്ങനെ പരിഹരിക്കാമെന്നാണ് ബി.ജെ.പിയുടെ ആലോചന? ധന്യ, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷമാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് കടന്നു ചേരാനുള്ള ഒരു വലിയ നീക്കം, അതിന്റെ ഒരു ഇടപെടൽ ഒക്കെ നടത്തിയിരുന്നത്. എന്നാൽ അത് പൂർണ്ണമായും പാളി എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നലെ ചേർന്ന ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം എത്തിയത്. മത്സരിച്ച ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള 1.3% വോട്ടുകൾ മാത്രമാണ് മത്സരിച്ചവർക്ക് ലഭിച്ചത് എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. അതിനർത്ഥം ബി.ജെ.പി നേരത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഹിന്ദു വോട്ടുകൾക്ക് പുറമെ പ്രതീക്ഷിച്ച ക്രിസ്ത്യൻ വോട്ടുകളും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കൾ ചർച്ച ഉയർത്തുകയും ചെയ്തു. എന്തായാലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഹിന്ദു വോട്ടുകളിൽ തന്നെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിലവിൽ നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഹിന്ദു വോട്ടുകളിലും വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അത് UDF-ലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ള വിലയിരുത്തലും ബി.ജെ.പി കോർ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പന്തളത്ത് ഉൾപ്പെടെയുള്ള നഗരസഭകൾ അത് കൈവിട്ടു പോകാനുള്ള കാരണമെന്നും ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ ചർച്ചകളിലേക്കായിരിക്കും ഇനി ബി.ജെ.പി കടക്കുക. 11-ാം തീയതിയാണ് അമിത്ഷാ പങ്കെടുക്കുന്ന യോഗം, നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരാൻ പോകുന്നത്. ധന്യ. ശരി വിജയൻ.